സാരി ബ്ലൗസിൻ്റെ എല്ലാവരുടെയും ഒരു വലിയ കംപ്ലൈൻ്റാണ് ഫ്രണ്ട് ഡാട്ട് നമ്മൾ എത്ര വിത്ത് കൊടുത്തിട്ടും കപ്പ് സൈസ് ലൂസ് കിട്ടുന്നില്ല. കപ്പ് വലുതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ സൈസിലുള്ള ബ്ലൗസ് എല്ലാം കയറിപ്പോകും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പം നമുക്ക് വണ്ണവും ഈ കപ്പ് സൈസുമായിട്ടുള്ള വ്യത്യാസം 2 ഇഞ്ച് വരെ കൂടുതൽ വരും. നമ്മൾ മേലുഭാഗത്ത് 40ആണ്, പക്ഷേ ഈ സൈഡിൽ വരുമ്പോൾ 40 വരും, 43 വരെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും വിത്ത് കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് തികയുന്നില്ല. അതായത് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ടൈറ്റ് വരുന്നു. അപ്പോൾ ചിലർ സൈഡിൽ നിന്നുള്ള ഡാട്ടും കൂടെ കൊടുത്ത് നോക്കുന്നവരുണ്ട്. എന്നിട്ടും അങ്ങനെ നിങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫ്രണ്ട് മെയിൻ ഡാട്ടിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ലെങ്ത് ഉണ്ട്. സാധാരണ നമ്മൾ 10 കൊടുക്കും. ആ 10 തന്നെ നമ്മൾ ബാക്ക് പീസിൽ ഒരു മാർക്ക് കൊടുക്കുക. മനസ്സിലായോ? ഫ്രണ്ടിൻ്റെ മെയിൻ ഡാട്ടിൻ്റെ അതേ അളവിൽ തന്നെ ബാക്കിൽ നമ്മളൊരു മാർക്ക് കൊടുക്കും. ഈ മാർക്ക് കൊടുത്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 38 ഇഞ്ചുള്ള വണ്ണം ഉള്ള ഒരു ബ്ലൗസാണ്. അതിന് നമ്മൾ എത്ര ചെയ്തു? 40 ഇഞ്ച് ഇട്ടു. കാരണം 42 ഇട്ടു, 10 4 ഇഞ്ച് കൂട്ടി. അപ്പോൾ ഈ വ്യത്യാസം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം കൂടുതൽ വരുവാണ്, അപ്പോൾ കപ്പ് സൈസിൻ്റെ ഭാഗത്ത് കൂടുതൽ വരുവാണ്. ആദ്യം നമ്മൾ ഈ ഭാഗം ഒന്ന് അളക്കണം, എത്രത്തോളം വന്നിട്ടുണ്ടെന്ന്. മനസ്സിലായോ? കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്രോസ് കുറച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ 1.25 ഇട്ടാണെങ്കിൽ ഈ ഒരു തനി ക്രോസിന് ഒരു ചെറിയ വ്യത്യാസം വരുത്തി കൊടുക്കണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഈ സൈഡ് എത്രയുണ്ടെന്ന് അളക്കുക. ഇപ്പോൾ 9.5 ഇഞ്ച് കിട്ടി. ഈ 9.5 നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഈ സെൻട്രൽ ഡാട്ടില്ലേ, ഈ സെൻട്രൽ ഡാട്ടിൻ്റെ അവിടെ ഈ 9.5 വയ്ക്കുക. ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് തള്ളി വരുന്നത് ഈ 9.5 വെച്ചിട്ട് നമ്മൾ മെയിൻ ഡാട്ട് വഴി ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റ് നമുക്ക് ഈ വ്യത്യാസം വരുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ണത്തിൻ്റെ കൂടെ എത്രത്തോളം കപ്പ് സൈസ് കൂടുതൽ വരുന്നു ആ ഒരളവ് ഈ ഭാഗത്തിട്ട് നമ്മൾ ഫ്രണ്ട് തയ്ച്ചെങ്കിൽ ഒരു കാരണവശാലും ലൂസ് ടൈറ്റ് വരത്തിൽ ലൂസേ വരുള്ളൂ. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഫ്രണ്ട് ഡാട്ടിൻ്റെ മെയിൻ ഡാട്ട് വരുന്ന അളവിൽ തന്നെ നമ്മൾ ടേപ്പ് ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കും. ഈ ഭാഗത്ത് 9 വരുന്നു. ഈ 9.5 നേരെ തിരിച്ച് സെൻട്രൽ ഡാട്ടിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് എത്രത്തോളം ലൂസ് കിട്ടുമെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലൂസ് കിട്ടും. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. പെട്ടെന്ന് പിടി കിട്ടത്തില്ല. ഈ അളവ് ഇങ്ങനെ വെച്ചു, 9.5. ഈ 9.5 എടുത്ത് ഈ ഭാഗത്തോട്ട് വെക്കുമ്പോൾ കറക്റ്റ് ഇവിടെ നമുക്ക് കപ്പ് സൈസിൻ്റെ കൂടുതലുള്ള എത്രത്തോളം എന്ന് പറഞ്ഞാൽ. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ.